നമസ്കാരം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നമുക്കെപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള സൈഡ് ഡിഷ് നമ്മൾ ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. ഇത് വന്നിട്ട് വെണ്ടക്കായ മസാല. വെണ്ടക്കായ മസാല നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അതേപോലെ ഇത് ഭയങ്കര ന്യൂട്രീഷ്യസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇവിടെ ഞാൻ 1/4 കിലോ വെണ്ടക്കായാണ് എടുത്തിരിക്കുന്നത്. വെണ്ടക്കായ നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് ഈ സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം മീഡിയമായിട്ട് ചൂടുള്ള പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കഴുകി കട്ട് ചെയ്ത വെണ്ടയ്ക്കാനെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടലൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് എണ്ണയിൽ ചൂടാക്കി മൂപ്പിച്ചെടുക്കാം. വീണ്ടും പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ഇഞ്ച് പട്ട, 2 ഗ്രാമ്പൂ, 1 ബിരിയാണിയുടെ ഇല, പിന്നെ 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിനെ ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളി വാടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പില, 2 പച്ചമുളക്, ഇതൊന്ന് 1 മിനിറ്റ് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം കുറച്ച് മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ മസാലേനൊക്കെ എണ്ണയിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുന്നവരെ വേണം നമുക്ക് വാട്ടിയെടുക്കാൻ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് വാട്ടിയ വെണ്ടക്കായനെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ടക്കായ മസാല നന്നായിട്ട് ടേസ്റ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കയിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഉപ്പൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഉപ്പൊന്ന് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടക്കായ മസാല എപ്പോഴും നല്ല തിക്കായിരിക്കണം അതിൻ്റെ ഗ്രേവി. അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം പോലെ ആവരുത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് റോട്ടി, ചപ്പാത്തി അല്ലെങ്കിൽ നാനിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വെണ്ടക്കായ മസാല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക വെച്ചിട്ട് ഉണ്ടാക്കുക. ഉള്ളി വാട്ടിയെടുക്കാനേ പാടുള്ളൂ, ഉള്ളി ചോക്കരുത്. പിന്നെ ഇവിടെ ഞാൻ തക്കാളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 1/4 കിലോ വെണ്ടക്കായ മസാല ഉണ്ടാക്കാൻ 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെണ്ടക്കായ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തക്കാളി കൂട്ടിയെടുക്കണം. പിന്നെ വെണ്ടക്കായ മസാല എപ്പോഴും തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.